സംസ്ഥാനത്തെ PSC പരീക്ഷ ക്രമക്കേടിൽ ഗവർണർ ഇടപെടുന്നു. നിരവധി പരാതികൾ ഉയർന്നതിനാൽ രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് ചെയ്യാനാണ് രാജേന്ദ്ര അർലേക്കറുടെ നീക്കം. PSC ഭരണഘടനാ സ്ഥാപനമായതിനാൽ നടപടിയെടുക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുള്ളൂ. രാഷ്ട്രപതി സുപ്രീം കോടതിയുടെ അന്വേഷണത്തിന് റഫർ ചെയ്താൽ PSC ചെയർമാനെയും അംഗങ്ങളെയും സസ്പെൻഡ് ചെയ്യാൻ ഗവർണർക്ക് കഴിയും. സുപ്രീം കോടതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതിക്ക് PSCയെ പിരിച്ചുവിടാം. ഇതിനുള്ള നിയമസാധ്യതയാണ് ഗവർണർ തേടുന്നതെന്നാണ് വിവരം. ഇപ്പോഴത്തെ സർക്കാർ നടപടിയിലും ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണത്തിലും ഗവർണർ തൃപ്തനല്ല. PSCക്കെതിരെ കടുത്ത നടപടി ആലോചിക്കാൻ അദ്ദേഹം നിയമോപദേശം തേടിയതായി ലോക്ഭവൻ വൃത്തങ്ങൾ പറഞ്ഞു. 2 മാസമായി വിവാദം പുകയുന്ന പരീക്ഷാ ക്രമക്കേടിൽ ഇതുവരെ ഒരു വഴിത്തിരിവ് ഉണ്ടായിട്ടില്ലെന്നാണ് ലോക്ഭവന്റെ വിലയിരുത്തൽ. പരീക്ഷാ ക്രമക്കേടിൽ 100ഓളം പരാതികൾ വന്നെങ്കിലും ആസൂത്രണ ബോർഡ് പരീക്ഷാ തട്ടിപ്പിൽ മാത്രമേ നിലവിൽ കേസ് എടുത്തിട്ടുള്ളൂ. മറ്റു പരാതികൾ പരിശോധിച്ച് നടപടിയെടുക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിശദീകരണം. ചരിത്രത്തിൽ ആദ്യമായി പോലീസ് PSCയിലെ പരീക്ഷാ വിഭാഗത്തിലെത്തി രേഖകളും പരിശോധിച്ചിരുന്നു. രാജ്യത്ത് പലയിടത്തും PSCയിലെ ക്രമക്കേടുകളെ ചൊല്ലി യുവാക്കൾ പ്രക്ഷോഭത്തിലാണ്. സമരങ്ങളെ ഇടതുപക്ഷം പിന്തുണയ്ക്കുന്നുമുണ്ട്. കേരളത്തിലെ നിലവിലെ PSC LDF ഭരണകാലത്ത് നിയമിക്കപ്പെട്ടതാണ്. ഭരണഘടനാ പരിരക്ഷയുള്ള സ്വതന്ത്ര സ്ഥാപനമായതിനാൽ ഗവർണർക്ക് നേരിട്ട് PSCയെ പിരിച്ചുവിടാനാകില്ല. ഗവർണറുടെ റിപ്പോർട്ട് ലഭിച്ചാൽ രാഷ്ട്രപതിക്ക് അന്വേഷണത്തിനായി സുപ്രീം കോടതിക്ക് റഫർ ചെയ്യാം. സുപ്രീം കോടതി അന്വേഷണം വന്നാൽ PSC ചെയർമാനെയും അംഗങ്ങളെയും ഗവർണർക്ക് സസ്പെൻഡ് ചെയ്യാം. അന്വേഷണത്തിൽ സുപ്രീം കോടതിയിൽ നിന്നും PSCക്കെതിരായ പരാമർശമുണ്ടായാൽ രാഷ്ട്രപതിക്ക് പിരിച്ചു